വൃത്തിയുടെ കാര്യത്തിൽ ഈ നാട്ടിൽ എന്റെ കട കഴിഞ്ഞിട്ടേ മറ്റൊരു കടയുള്ളു. സാറേ ഇല്ല സാറേ കഴിഞ്ഞില്ല. അത് നടന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇന്ന് വൈകിട്ടാണ് റിപ്പോർട്ട് സാറേ. തരാം ഇല്ല, ഞങ്ങൾ ഊണ് പോലും കഴിക്കാതെ പണിയെടുക്കും സാറേ. ഓക്കെ സാർ ശരി. എന്റെ ദൈവമേ, ഓഫീസിൽ കയറി ഫാൻ്റെ ചോട്ടി ഇരിക്കുന്നവനെ ആജ്ഞാപിച്ചാൽ മതി. ബാക്കിയുള്ളവന്റെ പണിയെടുത്ത് നടുവൊടിഞ്ഞ് വിശക്കുകയും ചെയ്യുന്നു. ചേട്ടാ ഇവിടെ ഹോട്ടൽ വല്ലതും ഉണ്ടോ ചേട്ടാ? അവിടെ ഹോട്ടലുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഈ ഭാഗത്തൊരു ബുക്കുകളുണ്ട്. അതല്ലെന്ന് ഈ പരിസരത്ത് വല്ലതും ഹോട്ടലുണ്ടോന്ന് വിശന്നിട്ട് ഊണ് കഴിക്കാനായിട്ട്. വിശന്നിട്ടാന്നോ? പിന്നെ അതങ്ങ് പറഞ്ഞാ പോരായോ? എന്തുവാ നമുക്കില്ല ഇവിടെ പരിഹാരം? എന്താ പരിഹാരം? നല്ല ചായ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ വന്നപ്പോഴേ കണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ടി രാജേന്ദ്രന്റെ നല്ല ചായ ഉണ്ട്. എന്റെ മുഖച്ചായയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇവിടെ കുടിക്കാൻ നല്ല ചായ ഉണ്ടെന്ന്. എന്നാ ഒരു ചായ തായിട്ടാ. വിശന്നിട്ടേ രാവിലെ മുതൽ ജോലി എടുത്തേ മനുഷ്യന്റെ നടുവൊടിഞ്ഞ് വിശപ്പേ. നല്ല ചൂടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? പിന്നെ ചൂട് ചായ കുടിക്കാനാ നല്ലത്. ഭയങ്കര ചൂടാണല്ലോ. ഇച്ചിരി ചൂട് കൂടുതലാ അത്. അത് ഊതി വീർപ്പിക്കോ ഇന്ന്? അല്ല ചൂട് കാരണമേ. വേറെന്തോണ്ട്? വേറെ നല്ല വണ്ണുണ്ട് കേട്ടോ. അത് ഈ ചീത്ത കൊളസ്ട്രോൾ രാവിലെ പോയിട്ട് ഓടിയാ മതി, കുറയും. നല്ല വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. വണ്ണം ഉണ്ടെന്നാണോ പറഞ്ഞത്? പിന്നെ കഴിക്കാൻ നല്ല വണ്ണുണ്ടെന്ന്. എന്നാ ഒരു വണ്ണെടുത്താണേ വിശന്നിട്ട് കണ്ണും തലയും കറങ്ങാൻ പാടില്ല. നല്ല വണ്ണ അത്. കൊള്ളാമോ ഇത്? പിന്നെ ഇന്ന് വന്നോ? ഇതിന്റെ എക്സ്പയറി ഒന്നും കഴിഞ്ഞല്ലോ? എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല. നല്ല വണ്ണ ഇത്. കൊണ്ടൊന്നും ഇവിടുത്തെ സാധനം ഇല്ല. രാവിലെ ഇറങ്ങിയാട്ടാ. നമ്മുടെ ഈ കഷ്ടപ്പാടേ ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. അയ്യോ എന്നെക്കാട്ടി വിശപ്പാണല്ലോ നിങ്ങളുടെ ബണ്ണിന്. എന്നെ ചായ മൊത്തം അവനെ കുടിച്ചെന്ന്. എവിടുന്ന് വരുവാ? ഞാൻ PWD വരുവാ. പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് പ്ലേറ്റ് കഴുകി തരാൻ വന്ന ഞാൻ. പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പിടി പിടി. ആണോ മതിയോ? ഇവിടെ പോണോ? ഇവിടെ മതിയെന്ന്. ഇവിടെ 95 വിട്ടേരും. ഞാനേ അളവെടുത്തിട്ട് ഈ റോഡിലൊരു പാന്റ് ഷർട്ടൂടെ തയ്ച്ചിടാനായിട്ട് തുടങ്ങുവേ. അത് ശരി. മിച്ചം തുണി ഉണ്ടെങ്കിലേ എനിക്കൊരു നിക്കറും കൂടെ. ഇവിടെ പോണോ? ഇവിടുന്ന് താൻ ഏത് ലോകത്താണോ ജീവിക്കുന്നേ? താൻ സംഭവം പറഞ്ഞില്ലേ? 6 വരിയാകുക. 2 വരി ഒന്ന് പാടാവോ? കൈതപ്പുറത്തിന്റെ വേണോ വയലാറിന്റെ വേണോ? കൈതപ്പുറത്തിന്റെ തന്നെ ആയിക്കോട്ടെ. പാട്ടിന്റെ വരിയുടെ കാര്യമല്ല പറഞ്ഞത്. എടോ 6 വരി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 വരി പാതയാകാൻ പോവാ ഈ റോഡ്. എടോ ഇവിടെ 3 വരി വരും, അങ്ങേ സൈഡിൽ 3 വരി വരും, മൊത്തം 6 വരി പാതയാവാൻ പോവാ. അതിന് അളവെടുക്കാൻ വന്നില്ലേ ഞാൻ? എന്നാ ഞാൻ പൊളിക്കും. ഇവിടെ 3 വരി, അവിടെ 3 വരി. അപ്പൊ നടുക്കെന്റെ കട 2 സൈഡിൽ നിന്നുള്ള കച്ചവടം ഞാൻ ഇങ്ങോട്ട് പിടിക്കും. അയ്യോ 2 സൈഡിലല്ല കച്ചവടക്കാരും. ഇവിടെ റോഡിന് വീതി കൂട്ടുമ്പോ തന്റെ കടയൊക്കെ ഞങ്ങൾ പൊളിച്ചു കളയും. എന്തോന്ന്? തന്റെ കടയൊക്കെ ഞങ്ങൾ പൊളിച്ചു കളയും. എന്താ നോക്കുന്നത്? ഞാൻ കൊറേ നേരം കൊണ്ട് നോക്കുക ഈ ഇത് എവിടാ എന്തായാലും പല്ലി കാണിക്കുക. എന്റെ പൊന്ന് സാറേ, ഒരു 10-15 കൊല്ലമായി ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇത് അളഞ്ഞു വിളിച്ച് താഴെ വീണില്ലോടാ ഈ പഴക്കൊലയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഈ കടയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് അങ്ങനെ ഒന്നും ഇവിടുന്ന് പൊളിച്ചു മാറ്റാൻ ഒക്കുകയല്ല. അതിന്റെ കാര്യം എന്താ? ഇതിന്റെ വേറെ ഇറങ്ങി നിൽക്കുവാണോ? വേറെ ഇറങ്ങിയിട്ടാണോ? ഈ സിറ്റിയിലെ ചോദിക്കാനും പറയാനും ഒരാളുണ്ട് ഇവിടെ. അയ്യോ അതാരാണ്? ഞാൻ അറിയാത്ത ഒരാള്. ഇടിവെട്ട് സത്യം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നത്? ഇടിവെട്ട് സദ്യ. ഇടിവെട്ട് സത്യം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇടിവെട്ട് സത്യൻ അതാരാ? അവനാണ് ഈ കവല ഭരിക്കുന്നത്. ഏതായാലും ഞാൻ എന്റെ പണി ചെയ്യാൻ വന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പണി ചെയ്യും. ഏതവനാന്ന് പറഞ്ഞാലും വീതി കൂട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ റോഡിന് വീതി കൂട്ടിയിരിക്കും. വീതി കൂടുമല്ല ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇയാളുടെ വീതി കുറയാനാ പോകുന്നത്. അവനെ സേലം മാങ്ങ പൂളുന്ന പോലെ പൂളിക്കളയോ? അയ്യോ അങ്ങനെ പൂളുവാണല്ലേ? ഉപ്പും മുളക് പൊടി ഇടലെന്ന് പറയണേ. എനിക്ക് നീർ പോടാ. തന്റെ സത്യം ആര് വന്നാലും എനിക്കെന്തോട് ഇടിവെട്ട് സത്യം. എന്താ വിളിച്ചത്? സത്യ, നീ ഇതൊന്നും കാണുന്നില്ലടാ. ഇത് കാണിക്കാനാണ് എന്നെ വിളിച്ചത്. എന്താ കാര്യം പറ. സത്യ സത്യം പറഞ്ഞ ആകാശദൂത് സിനിമ കണ്ട് കരഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇമോഷണൽ സീൻ കണ്ട് കരയുന്നത് ഞാൻ ആദ്യമായിട്ടാ. എന്താ കാണിക്കുവാടാ സത്യ? മീശയിലെ കണ്ണീര് കുടഞ്ഞു കളഞ്ഞതാ. കാര്യം പറ. എടാ സത്യ, നമ്മുടെ കടയെല്ലാം പൊളിച്ച് കളയാൻ പോവാടാ. ആര്? ഈ നിൽക്കുന്ന സാറ്.
സാറിന് തെറ്റി. എനിക്കല്ല, നിങ്ങൾക്കാ വന്നപ്പോ തെറ്റിയത്. മല നടിച്ച് വീണില്ലേ ഇവിടെ? അതല്ലെന്ന് സാറ് വന്ന സ്ഥലം തെറ്റിന്ന്. എന്നാ കാര്യം എന്നാ? ഇതെന്താ കയ്യിരിക്കുന്നത്? ഇത് ടേപ്പ്. എന്നാ അടിച്ചുപൊളി ഒരു പാട്ട് ഇട്ടാ ജുംബലക്കാന്നുള്ള പേട്ട. ഇത് പാട്ടിടുന്ന ടേപ്പല്ല, ഇത് അളക്കുന്ന ടേപ്പാ ഇത്. നീ അപ്പൊ എന്നെ അളക്കാൻ വന്നില്ലടാ? അവിടെ നിങ്ങളെ അളക്കാനല്ല, ഈ റോഡ് അളന്ന് ഇതിന്റെ വീതി കൂട്ടി ഇവിടെ വികസനം നടത്താനായിട്ടാ. ഇവിടെ വികസനം വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കാര്യം? എനിക്ക് ഭയങ്കര കുശുമ്പ. എന്തൊരു കുശുമ്പനാണോ ഇയാള്? താൻ എന്തൊക്കെ കുശുമ്പെടുത്തിരുന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ റോഡിന് വീതി കൂട്ടും. താൻ ആരാണോ ഇതൊക്കെ ചോദിക്കാനെ കൊണ്ട്? എടാ ജീവപര്യന്തത്തിനകത്തായിട്ടേ 1.5 മാസം കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയവനാ. അയ്യോ, ജീവപര്യന്തം 12 കൊല്ലമില്ലേ? അപ്പൊ ഈ 1.5 മാസം പെട്ടെന്ന് ഇറങ്ങാനായിട്ട് ഇത്ര പിടിപാടൊക്കെ ഉള്ള ആളാണോ? ഇല്ല, എനിക്ക് അവിടെ ചെന്നപ്പോ പനി പിടിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവർ വീട്ടിൽ പോയി കളാൻ പറഞ്ഞു. എന്തിനാ അയാൾ ജയിലിൽ കിടന്നത്? ചിരിച്ചാനും പിടിച്ചകത്തിട്ടാണോ? അതല്ലെന്ന്. പിന്നെ എടാ 95-ൽ വട്ടക്കുളഞ്ഞി ജംഗ്ഷനിൽ വെച്ച് 3 പേരെ വെട്ടിക്കൊന്ന സംഭവം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ കൊന്നത് ആരാവനാടാ? എനിക്കറിയത്തില്ല ചേട്ടാ. എനിക്കും അറിയത്തില്ല. എന്നെ അതൊന്നും പറഞ്ഞോ പിടിച്ചകത്തിട്ടത്. പോണോ അവിടുന്ന്? ഞാൻ എന്റെ പണി എടുക്കട്ടെ. എന്റെ ചുമ്മാ കിടന്നും എന്റെ എടുക്കരുത് കേട്ടോ. നീ പണി ചെയ്യൂ. ഞാൻ പണി ചെയ്യും. ചെയ്യണോ? ചെയ്യണം. അല്ലേലും ഞാൻ നമ്മുടെ നാട്ടിലൊരു വികസനം വന്നു കഴിഞ്ഞാണല്ലോ ഇതുപോലെ ആരെങ്കിലും കാണും അത് കാലം പൊക്കി തടയാനായിട്ട്. ഇവന്മാർക്കൊക്കെ ഒരു പണിയില്ലോ ഇവനൊന്നും. കുറച്ചേരം ഈ കാല് കെട്ടിട്ടെ, അല്ലെങ്കിൽ നീ ഈഗോ അടിക്കുന്നു. തൊമ്മിച്ചായോ? നീ ഓടുന്നു, തൊമ്മിച്ചായ നീ ഓടാ അവിടുന്ന്. നീ തന്നെ പോയി കളിച്ചില്ല, എന്നെ കൂട്ടിയില്ല. ഞാൻ കളിച്ചല്ലെന്ന്. ഇവനെന്നെ നടക്കാൻ ശ്രമിച്ചാ, പക്ഷെ നടന്നില്ല. ഞാൻ കണ്ടായിരുന്നു ഞോണ്ടി നടക്കുന്നത്. സാറേ ഇവിടെ ഇല്ല, കഴിയില്ല സാറേ. ഇവിടെ രണ്ടുപേര് തടസ്സവാ അളക്കാൻ സമ്മതിക്കാതെ. പോലീസിലോ വിളിക്കണോ? അല്ല വേണ്ട, തൽക്കാലം പോലീസ് വേണ്ട സാറേ. ഒരു ചൂരവടി തന്നു വിട്ടാൽ ഞാൻ തന്നെ റേയിക്കോളാം. പോലീസിനെ കൊണ്ടുവന്ന് എന്നെ അങ്ങ് വരട്ടാന്ന് വിചാരിച്ചില്ലടാ. ഇപ്പൊ ഞാൻ പോലീസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോലീസ് വന്നാൽ പോലീസ് നിന്നെ എടുത്ത് അകത്തിടുവേ. തൊമ്മിച്ചായോ? എന്തോ എന്താ ഈ ജയില്? 5-6 കമ്പി ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് ഒരു കമ്പി പോകുന്നതാണ് ഈ ജയിൽ. അതെനിക്കറിയാം. ഞാൻ എത്ര ജയിൽ കണ്ടിട്ടൊന്നും ഇവരോട് പറഞ്ഞു കൊടുക്കാം. സാറേ, എന്തുവാ? സത്യനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. കൊച്ചാക്കാനായിട്ട് ഇവൻ വെറും സത്യനില്ല, അല്ലാതെ VP സത്യനൊന്നും അല്ലല്ലോ. ആ സത്യന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത്? അവനെ കുഞ്ഞായി കാണണ്ടെന്ന്. അതെന്താ? സത്യന് ജയിലൊക്കെ വീട് പോലാ. അപ്പൊ ഇവന് വീട്ടിൽ നിന്ന് വീട് കിട്ടുവാടാ നിനക്ക്? സത്യ പുള്ളിക്ക് നിന്നെ നേരത്തെ അറിയാൻ തോന്നറാ. എന്താടാ? എന്തോ എടാ, എന്താടാ? ഇതെന്താ കാണിക്കുന്നത്? എനിക്ക് എന്തോലും ഇത് ചെയ്യണോടാ. എന്നാ പിന്നെ ഇയാൾ പണി വല്ലതും ചെയ്യടൂ. പണിക്ക് പോയിക്കഴിഞ്ഞ് ഇതാരും ചെയ്യൂടാ. ഞാനിത് ചെയ്തോണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഈ കടം പൊളിക്കും, ഈ കലമ്പും പൊളിച്ചു കളയും. ഞാൻ എന്റെ പണിക്കറ തടസ്സം നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് ഞാൻ കാണിച്ചു തരാടാ. എന്തോ സത്യ കത്തി എടുക്കരുത്. സത്യ കത്തി എടുക്കരുത്. അയ്യോ, കത്തി എടുത്തില്ലായിരുന്നു. ചമ്മി പോയി. ഇനി എന്തോ നീ ഇവിടെ 10 മിനിറ്റ് ഇരിക്കാവോ? എന്തിന്? ഞാൻ വീട്ടിൽ പോയി കത്തി എടുത്തിട്ടുണ്ട്. ഈ അത്രയും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൂടെ വന്ന കുത്തു വാങ്ങിച്ചാലും. ഇവിടെ വരില്ല, പെണ്ണുമ്പുള്ള വീട്ടിൽ വിഷയം. വീട്ടി വിഷയാന്ന്. വീട്ടിൽ വിഷയമല്ല, വീട്ടിൽ വിഷയമാണ്. നീ എങ്ങനെ കുത്തുവാ? നീ ചമ്മിപ്പോയി. നീ ചമ്മിപ്പോയി. തൊമ്മിച്ചായോ? ആ കത്തി കഴിഞ്ഞിട്ടുള്ള കത്തിയുടെ വാടക തരണ്ടായിട്ട് വരും. ഞാൻ സംസ്ഥാന കലോത്സവത്തിന് ടാബ്ലോ കളിക്കാൻ പോകാൻ വാടകയ്ക്ക് ചോദിച്ചല്ല, ഇതിനെ കുത്താൻ വേണ്ടിയാ. ആന്നോ? എടാ, എടാ, സത്യ വേണ്ടെന്ന്. സത്യ വേണ്ട. എടാ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെങ്കിൽ ഇരിക്കട്ടെ, എന്റെ ഇരിക്കട്ടെ. അടിപൊളി കത്തിയാ, സൂപ്പർ സാധനം. നീ എന്താണ് കുത്താത്തേത്ര? കുത്താത്തേ നീ എന്താ പൊളിക്കാത്തെ? ഞാൻ ഇപ്പൊ പൊളിക്കും. ഞാൻ ഇപ്പൊ പൊളിക്കും. പൊളിക്കില്ലടാ. ഒരു കഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വികസനം സംഭവിക്കില്ല. സത്യമാഷിഞ്ഞ് വന്നേ. പറഞ്ഞല്ലോ, എന്ത് സത്യമാഷിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ആ കിടുക്കം വേറെ ഫിഗർ വല്ലതും ഉണ്ടോ? പ്രേംകുമാർ അടിപൊളിയായിട്ട്. നിന്റെ ഫിഗർ ഷോ കാണാൻ വന്നാന്ന് ഇത്? എടാ താൻ എന്തിനാണോ ഇന്നോട് ഞാൻ കാര്യം പറയട്ടെ. നമ്മുടെ നാട്ടിൽ ഈ വികസനം കൊണ്ടുവരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് പറ. ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ വിദേശ നാടുകളിലോട്ടൊന്നും ചെന്ന് നോക്ക്. അമേരിക്ക, കാനഡ, സിംഗപ്പൂർ ഇവിടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡിൽ ഇലയിട്ടിരുന്ന് ചോറിനാൻ പറ്റും. അവിടുത്തെ റോഡെല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്തുകൂടാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. അതല്ലെന്ന്, അവിടെ അതുപോലെ വൃത്തിയും നല്ല സൗകര്യത്തിലാണ് റോഡ് പണിഞ്ഞേക്കുന്നത്. അതാണ് പറയുന്നത്, നമ്മൾ മലയാളികൾ പാശ്ചാത്യ സംസ്കാരത്തെ അടുത്ത് കാണാൻ ശ്രമിക്കണം. അടുത്ത് കാണുന്നുണ്ട്, 3 ഡിലീറ്റ് ചെയ്തിട്ടില്ല, കാണിക്കണം. ആചാര്യ സംസ്കാരം. നിന്റെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി വിദേശ സഞ്ചാരിയാണ്. ഇത് മാറാൻ എന്താ ചെയ്യേണ്ടത്? മൊബൈൽ അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഉമ്മച്ചായോ? ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി. സാറേ, ആ വളരെ സങ്കടം കൊണ്ട് ചോദിക്കുക. എന്തുവാടു? സത്യം ലെഫ്റ്റ് ആയ സ്ഥിതിക്ക് സാറിനെ അങ്ങ് അടിയിട്ടു. ഉദ്യോഗസ്ഥനെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ തടിക്കാൻ അങ്ങനെ ധൈര്യം വന്നോ? ക്ഷമിക്കണം സാർ. നമ്പർ വരാം, ലിങ്ക് അയച്ചാൽ മതി, ഞാൻ ജോയിൻ ചെയ്തോളാം. സാറ് സ്ഥിതിക്ക് ഇത് പൊളിക്കാൻ സമ്മതിക്കത്തില്ല, പൊളിക്കത്തുമില്ല. ഇനി വന്നേ, ഈ റോഡ് ഇവിടെ വീതി കൂട്ടുന്നോണ്ടുള്ള ഗുണഗണങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇനി വാ. തൊമ്മിച്ചായൻ ഇവിടെ അബദ്ധവശാലൊന്ന് വീണു, തല പൊട്ടി പൊളന്നു എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ കുപ്പിച്ചില് കൊണ്ട് ഈ വയറ് കീറി കുടലും പണ്ടോ എല്ലാം വെളിയിൽ വന്നെന്ന് വിചാരിച്ചു. ഇത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണോ? എന്നെ പ്രാഗ് വന്നു. അല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ എത്തും? ഏറെക്കുറെ ഒരു 4 മണിക്കൂർ. 4 മണിക്കൂർ. ഈ റോഡ് വീതി കൂടി കഴിഞ്ഞാലേ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തും. 1.5 മണിക്കൂർ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഒരു പ്രയോജനമില്ല. 4-5 മണിക്കൂർ പോകും ഡോക്ടർമാർ നോക്കണമെങ്കിൽ. അപ്പോഴത്തേനും തൊമ്മിച്ചൻ ചത്തു. ഈ പുള്ളിക്ക് ഒരു പണി. ഈ ലോകത്തുള്ള എല്ലാരും വീതി കൂട്ടാൻ സമ്മതിച്ചല്ലോ, നിങ്ങൾക്ക് മാത്രം
മാത്രം തോടെ കുഴപ്പം. എവിടെ വരലും വീതി കൂട്ടിക്കോ, ഇവിടെ വരുമ്പോ ചപ്പിളിച്ച് പണിഞ്ഞാ മതി. അങ്ങനെ ഒരു ഹൈവേ കൊണ്ട് ചപ്പിളിച്ച് പണിയാൻ പറ്റും. ഇവിടെ ഞങ്ങളുടെ കവല ചപ്പിളിച്ച് തന്നെ പണിഞ്ഞാൽ മതി, സമ്മതിക്കത്തില്ല. എന്റെ സുഹൃത്തെ, എനിക്ക് ഈ മാപ്പിലെ പ്ലാൻ അനുസരിച്ച് പണിയാൻ പറ്റത്തുള്ളൂ. നല്ല മാപ്പത്ത് കാണിക്കണം. മാപ്പ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമല്ലോ. ഇത് എന്തൊരു കഷ്ടമാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഗതികേട് നോക്കണേ. അയ്യോ, മാപ്പിന് വരെ കൊച്ചു 10 മണിക്ക് തിന്നാൻ വെച്ചിരുന്ന ചപ്പാത്തിയും പൊതിഞ്ഞോണ്ടല്ലോ. കൊച്ചിപ്പോയിരുന്നു മാപ്പ് തിന്നുമായിരിക്കും. കണക്കും കാര്യങ്ങളും, വ്യക്തമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം, എന്നാലും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഇപ്പോൾ ഈ പഞ്ചായത്ത് റോഡ് വീതി 6 മീറ്ററാണ്. ഇത് 6 വരുമ്പം 6 × 6, 6 വരികയാകുമ്പോൾ 6 × 6 36 മീറ്റർ ആവും. എത്ര? 36 മീറ്റർ ആവും. ഇതിന്റെ 2 സൈഡില് ഫുട്പാത്തിനായിട്ട് ഒരു 4 ഫീറ്റ് അങ്ങ് പോകും. പിന്നെ ഇതിന്റെ പാർക്കിംഗ് ലൈൻ ഉണ്ട്, അതിനൊരു 3 ഫീറ്റ് അങ്ങ് പോകും. അപ്പൊ അങ്ങനെ 36 ഈ 4 മൈനസ് 32 മൈനസ് ഈ 4 അടിയും കൂടെ പോയി കഴിഞ്ഞാൽ എത്ര ഫീറ്റ് ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. എന്തുവാ? എവിടെയെങ്കിലും ഒരു എഞ്ചിനീയർ ഗുണ്ടയായിട്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ കള്ളക്കണക്കല്ലേ കെട്ടി വെക്കുന്ന. അത് കൊള്ളാം. അത് കൊള്ളാലോ. എടാ സത്യ, നീ പൊട്ടക്കണങ്ങ് കേട്ട് പഴവും തിന്നോണ്ട് നിൽക്കാതെ കട പൊളിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയണം. ഈ കട പൊളിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. എന്റെ സുഹൃത്ത് ഇഞ്ഞു വന്നേ. ഇവിടെ നിങ്ങൾ ഈ പൊളിക്കാൻ സമ്മതിക്കാത്ത കാര്യം എന്താ പറ. സാറേ, ഞാൻ ഈ ഇട്ടാവട്ടത്തിൽ നിന്നാണ് വെല്ലു വിളിക്കുന്നത്. ഇതെന്റെ ഒരു വരുമാന മാർഗം, ഇതില്ലാതാക്കല്ലേ. എന്റെ സുഹൃത്തെ, നിങ്ങളുടെ വരുമാനം കൂടാൻ പോവല്ലേ? എങ്ങനെ? നിങ്ങളിപ്പോ ഈ ചെറിയ സ്ഥലത്ത് നിന്നല്ലേ വെല്ലുവിളി, അവിടുത്തെ വരുമാനമല്ലോ ഉള്ളൂ നിങ്ങൾക്ക്. ഈ റോഡിന് വീതി കൂട്ടിക്കഴിഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് റോഡ് നടന്ന് നിങ്ങൾക്ക് വെല്ലുവിളിക്കും, അത്രയും വരുമാനം വരത്തില്ലേ? അത്ര വലിയ പിന്നെ അങ്ങനെ നിങ്ങൾ കാരണം ഈ കവല സത്യൻ കവല എന്ന് നാളെ അറിയപ്പെടും. പിന്നെ നിങ്ങൾ മരിക്കുമല്ലോ കുറച്ചു നാൾ കഴിഞ്ഞ്. അല്ല, ഉടൻ തന്നെ ഉണ്ടാവും, ആരെല്ലോ ചെയ്യും. അന്നേരം നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു പ്രതിമ ഞങ്ങൾ ഇവിടെ വെക്കും. പ്രതിമ വെക്കും. ഇപ്പഴേ നിൽക്കട്ടെ, അന്ന് പ്രതിമ വെച്ചോളാം. അതാണ് പറഞ്ഞത്. വിളിക്കാൻ നമുക്ക് 2 പേർക്കും ഗുണമുണ്ടാവും. തൊമ്മിച്ചായോ, ഞാൻ ഈ കട അങ്ങ് പൊളിക്കുക. എന്റെ പ്രതിമ വെക്കാൻ. പ്രതിമ വെച്ചാലും വെച്ചില്ലേലും തൂറാനുള്ള കാക്ക തൂറും. അതുകൊണ്ട് ഞാൻ പൊളിക്കാം. നീ തന്നെ കോരി തിന്നു. സത്യോ, നിന്നോട് കട പൊളിച്ചു. എന്റെ കട നീ പൊളിക്കുവോടാ? കാലം നോക്കാമോ? കട പൊളിച്ചു. അയ്യോ, നിനക്ക് വട്ടാടാ. അയ്യോ, വീട്ടിലെങ്ങാനും പോയി കളിക്കണം, ഇവിടെ കിടന്ന് നാശം ഉണ്ടാക്കണം. സാറേ, എന്നാ എന്റെ പ്രതിമ വെക്കുന്നത്? അത് ഈ റോഡിന്റെ പണി കഴിഞ്ഞ ഉടനെ വെക്കും. എന്നാ പണി കഴിയുന്നത്? ഇതൊരു 2060 ആകുമ്പോ കഴിയും. അപ്പൊ എന്ന് തുടങ്ങും? ഇത് 2035 ആകുമ്പോ തുടങ്ങും. 10-15 കൊല്ലം കഴിച്ച് തുടങ്ങാൻ പോകുന്ന പദ്ധതിക്കാണോടാ വേട്ടാവളി. ഇപ്പോഴേ നീ എന്റെ കട പൊളിച്ചത് ഭ്രാന്താ. നിന്നോ ഞാൻ അവിടെ അടിക്കല, അവിടെ കത്തി വെക്കുന്നതാ. ഏറ്റവും കൂടുതൽ കത്തി വെക്കുന്നത് ഇതാണ്. എന്റെ കൈയുടെ മുട്ടി ഞാൻ ആദ്യമായിട്ട് കാണുവാ. അവനെ കൈ വിട്ടുപോയി. സാറേ, ഹൈവേക്ക് വീതി കൂട്ടുന്നതിന് മുമ്പ് എന്റെ വീട്ടിലുള്ള ഇടവരിക്കുന്ന വീതി കൂട്ടാമോ? എന്തിനാ? അല്ലെങ്കിൽ അതിൽ ആംബുലൻസ് പോകത്തില്ല.